ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാട്ടിലിപ്പോൾ നല്ല മഴക്കാലമാണ്. അതികഠിനമായ ചൂടിന് ശേഷം അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിലെ സെപ്റ്റിക് സിസ്റ്റവും കിണറും ഒക്കെ സേഫ് ആണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്, അതിനാൽ തന്നെ നിങ്ങളുടെ പിന്തുണ വളരെ അനിവാര്യമാണ്. കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ പരിസ്ഥിതിയെ ഒന്നാകെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിന്റെ ഘടനയും അത് ബാധിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ സെപ്റ്റി ടാങ്കിലോട്ട് പോകുന്ന മാലിന്യങ്ങൾ സോപ്പിറ്റ് വഴി മണ്ണിലോട്ട് തുറന്നു വിടുകയും മണ്ണ് അതിനെയെല്ലാം ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ അതിലെ ബാക്ടീരിയ ഒക്കെ ഇല്ലാതാക്കി അതിനെ മണ്ണിലോട്ട് ലയിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ മണ്ണിന്റെ കഴിവിനെ ഈ കാലാവസ്ഥ വ്യതിയാനം ബാധിച്ചിരിക്കുന്നു എന്നാണ് പല പഠന റിപ്പോർട്ടുകളും വരുന്നത്. അതിനാൽ തന്നെ ഈ മുഴുവനായിട്ട് നശീകരിക്കപ്പെടാത്ത ബാക്ടീരിയകളും അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടാത്ത സെപ്റ്റിക് മാലിന്യങ്ങളും തീവ്രമായ മഴ പെയ്യുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ വാട്ടർ ലെവൽ ഉയർന്ന് അത് ദൂരേക്ക് ഒഴുകി വരാനുള്ള സാധ്യത കൂടുതലാണ്. മഴ കൂടുന്നതിനനുസരിച്ച് വാട്ടർ ലെവൽ കൂടുകയും നിങ്ങളുടെ വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കിണറുകളിലൊക്കെ ഇത് ഒഴുകിയെത്തും എന്നാണ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങളുടെ കിണറിലെ വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമാണ്, നിങ്ങളത് കുടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് ഇയർ എൻഡിൻ്റെ അവസാന സമയങ്ങളിലൊക്കെ അതുപോലെ തന്നെ ശുദ്ധി ആയിക്കൊള്ളണം എന്ന് അർത്ഥമില്ല. അതിനാൽ തന്നെ നിങ്ങൾ വെള്ളമൊക്കെ കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന കിണറുകളൊക്കെ ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്തതിനു ശേഷം കുടിക്കാൻ അനുയോജ്യമാണോ എന്നതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് തീവ്രമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സെപ്റ്റിക് മാലിന്യങ്ങൾ നിങ്ങളുടെ കിണറിലേക്കൊക്കെ ഒഴുകി എത്തി നിങ്ങൾക്ക് കോളറ, അലർജി, ചൊറിച്ചിൽ, ഛർദി, അങ്ങനെ വയറുവേദന, അങ്ങനെ പലവിധ അസുഖങ്ങളും പിടിപെടാൻ കാരണമുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുന്നത്. കാലാവസ്ഥ വ്യതിയാനം മാത്രമാണോ മണ്ണിന്റെ ഈ ഘടനയെ മാറ്റിമറിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. മറ്റു ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തികളും, അല്ലെങ്കിൽ എടുത്തൊരു റോഡ് വരികയാണെങ്കിൽ അത് കോമ്പാക്റ്റ് ഒക്കെ ചെയ്യുന്നതിന്റെ പ്രവർത്തനങ്ങളും ഒരു കോമ്പൗണ്ട് വാൾ പണിയുന്നതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ഈ മണ്ണിന്റെ ഘടനയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് കൂടാതെ തന്നെ മണ്ണിടിച്ചിൽ, ഭൂമി കുലുക്കം, പിന്നെ എന്തെങ്കിലും അഗ്നിബാധകൾ, അതൊക്കെ ഈ മണ്ണിന്റെ ഘടനയെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ കാരണങ്ങൾ മൂലമെല്ലാം ഈ മണ്ണിന്റെ ഈ സ്വഭാവം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് നമ്മളെ തള്ളിവിടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം. മഴക്കാലത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി വരുന്ന കാര്യം അത് സെപ്റ്റി ടാങ്കിൽ വരുന്ന മാലിന്യങ്ങൾ യഥാക്രമം ഡംപ് ചെയ്യുക എന്നുള്ളതാണ്. മഴക്കാലം വരുന്നുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാം. അപ്പോൾ ഈ മഴക്കാലം എത്തുന്നതിന് മുന്നേ തന്നെ യഥാക്രമം അത് ഡംപ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സെപ്റ്റി ടാങ്കിനടുത്ത് വല്ല മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ ഈ സെപ്റ്റി ടാങ്കിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുവാനും, കാരണം ഇത് നല്ല വളമാണല്ലോ, അപ്പോൾ വേരുകളൊക്കെ എളുപ്പത്തിൽ അങ്ങോട്ട് സഞ്ചരിക്കും. അപ്പോൾ അത് എത്തിപ്പെടാനും സെപ്റ്റി സിസ്റ്റം ഫെയിൽ ആവാനൊക്കെ ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ എടുത്തു പറയാൻ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ അത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി നടുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ മഴക്കാലത്ത് നിങ്ങളുടെ സെപ്റ്റി ടാങ്കിൻ്റെ അടുത്ത് അധികം പെരുമാറാതിരിക്കുക. കാരണം അവിടെ പോയി കിളയ്ക്കുക, അല്ലെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം അതിൻ്റെ മണ്ണ് ലൂസാവുകയും അതിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ മഴക്കാലത്ത് സെപ്റ്റി ടാങ്കിൻ്റെ ഭാഗത്ത് അധികം പെരുമാറ്റങ്ങൾ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെയുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ റൂഫിൽ കുറേ റെയിൻ വാട്ടർ പൈപ്പുകൾ വെച്ചിട്ടുണ്ടാവും. മുകളിൽ പെയ്യുന്ന വെള്ളമെല്ലാം അതിലൂടെ ഭൂമിയിലോട്ട് കടത്തിവിടുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള പൈപ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളമാണ് താഴത്തോട്ട് വരുന്നത്. ഈ വെള്ളങ്ങൾ സെപ്റ്റി ടാങ്കിൻ്റെ അവിടേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും മറ്റെവിടെയെങ്കിലുമായി ചെറിയ കുഴികളൊക്കെ കുഴിച്ച് അതിലോട്ട് ഈ വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം വെള്ളം സെപ്റ്റി ടാങ്കിൻ്റെ അങ്ങോട്ട് ഒഴുകി എത്താനുള്ള സാധ്യത നിങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ബാത്റൂമുകളിൽ നിന്നുള്ള വെള്ളം, നിങ്ങൾ കുളിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ നിന്നുള്ള വെള്ളം, അതുപോലെ തന്നെ കിച്ചണിലെ സിങ്കിൽ നിന്നുള്ള വെള്ളമൊക്കെ സെപ്റ്റി ടാങ്കിലേക്ക് കടത്തിവിടാതിരിക്കുക. അത് സെപ്റ്റി ടാങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും ഈ വെള്ളം എളുപ്പത്തിൽ പുറത്തോട്ട് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ആയതിനാൽ തന്നെ വെള്ളം സെപ്റ്റി ടാങ്കിലേക്ക് വരുന്നത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള വെള്ളങ്ങൾ സെപ്റ്റി ടാങ്കിലേക്ക് കടത്തിവിടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെയുള്ളത്, വേനൽക്കാലത്ത് നിങ്ങളുടെ കിണറുകളൊക്കെ ഏകദേശം വറ്റിക്കിടക്കുകയായിരിക്കും. ആ വറ്റിക്കിടക്കുന്ന സമയത്ത് തന്നെ കിണറുകളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് മുകളിൽ നിന്നൊക്കെ ഉറവ, അല്ലെങ്കിൽ മറ്റ് മഴക്കാലത്ത് കിണറിന്റെ മുകൾ ഭാഗത്തൊക്കെ ഓരോ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വെള്ളം കിണറ്റിലോട്ട് വരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിൻ്റെ ഒക്കെ മുകൾ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സിമെന്റ് വെച്ചൊക്കെ അടച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ്.
ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാം. എന്നാലും നിങ്ങൾ മഴക്കാലത്തൊക്കെ നിങ്ങളുടെ കിണറുകളുടെ വെള്ളം ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ അധികം അകലെയല്ലാതെയൊക്കെ കിണറൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതൊരു ലബോറട്ടറിയിലൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ സെപ്റ്റിക് സിസ്റ്റത്തിന് വരാനുള്ള അപകടങ്ങളെക്കുറിച്ചും അതെങ്ങനെ കിണറുകളെ ബാധിക്കും എന്നതിനെക്കുറിച്ച്, അത് നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദീകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.